അങ്ങനെ പിള്ളേർക്കൊക്കെ സ്കൂൾ തുറന്ന് എല്ലാവരും തൂത്തടിച്ച് പോയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഉത്സവം കഴിഞ്ഞാൽ പൂരപ്പറമ്പ് പോലെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കേണ്ട നമ്മുടെ വീട്. ഇതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മച്ചിയാണ് ഞാൻ എൻ്റെ ഇവിടെ വീട്ടിലത്തെ. എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചയായിട്ട് അമ്മച്ചിക്ക് തലക്ക് സമാധാനം കൊടുത്തിട്ടില്ല. ഞാൻ ഈ കാലത്ത് തന്നെ ജോലിക്ക് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ പിന്നെ അനുഭവിക്കേണ്ടത് മുഴുവൻ അമ്മച്ചിയാണല്ലോ. അമ്മച്ചിക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ടെന്ന്. അങ്ങനെ പിള്ളേരെല്ലാവരും പോയി വീട് ഉറങ്ങിയ പോലെ ആയിട്ടാ. ഇന്ന് പരീക്ഷകളൊക്കെ കൂട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ നടന്നാണ് കേട്ടോ. അതുകൊണ്ട് ഇഴഞ്ഞ് വലിഞ്ഞ് നമ്മൾ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ലേറ്റായിട്ടുണ്ട്. ഇന്നിപ്പോൾ സാറിൻ്റെ നിന്ന് വായിലിരിക്കണൊക്കെ കേൾക്കും. അങ്ങനെ ഓഫീസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചൊരു കോള് വീട്ടിൽ വന്ന് കയറിയിട്ട് ഇന്ന് പോകണോട്ടാന്ന്. അപ്പോൾ പോഞ്ഞ വഴി ഞാനൊന്ന് വീട്ടിലൊന്ന് കയറി തല കാണിച്ച്. അപ്പോൾ ആണ് പറയണത് മാവിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട്, നീ മാങ്ങ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന്. അങ്ങനെ നമ്മൾ മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നേരെ പോയിട്ടാ. ഈ മാവ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പച്ചൻ നട്ടതാണ് കേട്ടോ. നട്ടിട്ട് ഈ മാവിൽ മാങ്ങ ഉണ്ടാവണമെന്നൊന്നും കാണാനായിട്ട് അപ്പച്ചൻ ഞങ്ങളുടെ കൂടെ ഇല്ല. 5 വർഷമായിട്ട് ഇപ്പം ഞങ്ങളെ വിട്ടിട്ട് പോയേക്കണത്. ഈ മാങ്ങ പൊട്ടിച്ച് കഴിഞ്ഞപ്പം നമ്മുടെ 5ാം ക്ലാസ്സിൽ പഠിച്ചു വെക്കുന്ന ഒരു മാമ്പഴത്തിൻ്റെ ഒരു പാട്ടില്ലേ, അതിലെ വരികളാണ് കേട്ടോ എൻ്റെ ഉള്ളിലോട്ട് ആദ്യം വന്നത്.